മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ താരമാണ് ഗായിക അമൃത സുരേഷ്. സോഷ്യൽ മീഡിയയിലും ഐഡിയ സ്റ്റാർ സിംഗറിലുമൊക്കെ മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു താരമാണെന്ന് തെളിയിച്ച കാര്യം കൂടിയാണ്. അതിലൂടെ തന്നെ ഇപ്പോൾ ഗാനാലാപന രംഗത്ത് വളരെ ശക്തമായി നിൽക്കുന്ന ഗായിക അമൃതയുടെ ഒരു സ്റ്റോറിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. മുഖത്ത് എന്ത് പറ്റി എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. മുഖമാകെ തടിച്ച് വീർത്ത് ചുവന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്തു പറ്റി എന്നെല്ലാവരും ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരും വളരെയധികം സ്നേഹത്തോടെ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നു. മുഖമാകെ തടിച്ച് വീർത്ത് ചുവന്നിരിക്കുന്നു. കുറച്ച് ദിവസത്തേക്ക് എനിക്ക് ഇറങ്ങാൻ സാധിക്കില്ല. നിങ്ങൾ കരുതും എന്തെങ്കിലും അലർജിയാണ് എന്ന്. എന്നാൽ അല്ല, ഞാനൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തതാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ പോഴ്സ്, എൻ്റെ പിഗ്മെൻറ്റേഷൻ ഇതെല്ലാം മാറാൻ വേണ്ടിയുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് മുഖം ഇങ്ങനെ തടിച്ചിരിക്കും. അപ്പോൾ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കില്ല. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പ്രേക്ഷകരെല്ലാവരും ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ആദ്യമൊന്ന് ഭയന്നു. അമൃതയുടെ മുഖം കണ്ടപ്പോൾ ആദ്യം ഞങ്ങൾക്ക് ഭയമാണ് തോന്നിയത്. അയ്യോ, എന്ത് സംഭവിച്ചു എന്നാണ് പെട്ടെന്ന് തോന്നിയത്. ഈ ഇടയ്ക്ക് പോലും ഇവർ ഒരു യാത്ര പോയിരുന്നു. അവിടെ പോയപ്പോൾ സൂര്യാഘാതമോ അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും അലർജിയാണോ എന്ന് വരെ ചിന്തിച്ചു ഞങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിൽ യാത്രകളൊക്കെ പോയിട്ട് വരുമ്പോൾ സാധാരണ ആളുകൾക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അത് പതിവാണ്. അതുകൊണ്ടാണ് അമൃതയ്ക്കും അങ്ങനെ സംഭവിച്ചതാണോ എന്ന് പ്രേക്ഷകർ ചിന്തിച്ചത്. പ്രേക്ഷകരെ കുറ്റം പറയാൻ സാധിക്കില്ല. ആദ്യം കാണുന്ന എല്ലാവരും ഭയക്കും. എന്നാൽ അമൃത കൃത്യമായി ഫോളോ അപ്പ് ചെയ്യാറുണ്ട് എന്നും അമൃത ഇങ്ങനെ സ്കിൻ കെയർ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെന്നും മനസ്സിലാക്കുന്നവർക്ക് ഭയക്കേണ്ട കാര്യമില്ല. അതാണ് ഓരോരുത്തരും ഇതിനെക്കുറിച്ച് പറയുന്നത്. ഗായിക അമൃത സുരേഷിനെ വളരെയധികം ഇഷ്ടമുള്ളവരാണ് ഭൂരിഭാഗം പേരും. എപ്പോഴും സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്ന അമൃതയെ പാപ്പുവിനെയും കുറിച്ചും പ്രേക്ഷകർ എപ്പോഴും ചോദിക്കാറുണ്ട്. പാപ്പുവാണ് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ വീട്ടിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളൊരു വ്യക്തി. വളരെ ചെറുതിലെ തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമായി മാറുകയായിരുന്നു പാപ്പു. അന്നു മുതൽ തന്നെ പാപ്പുവിൻ്റെ വിശേഷങ്ങളും പ്രേക്ഷകർ ചോദിക്കാറുണ്ട്. അമൃത ഒരു വീഡിയോ പങ്കുവച്ചാൽ പോലും അതിൽ പാപ്പുവിനെക്കുറിച്ച് ചോദിക്കാൻ പ്രേക്ഷകർ മറക്കാറില്ല. അവന്തിക എന്നെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന പാപ്പു ഇന്ന് വളർന്ന് 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കുകയാണ്. 9ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ അമ്മയാണ് താനെന്ന് ഇടയ്ക്കിടയ്ക്ക് അമൃത പറയാറുമുണ്ട്. അവളെ കൊണ്ട് വെക്കേഷന് പോയതാണ് ഈ ഇടയ്ക്ക് അമൃത. ഇപ്പോൾ മകളുടെ സ്കൂൾ തുടങ്ങി. അവൾ തിരക്കിലായി. ഇനിയിപ്പോൾ എൻ്റെ സമയമായി. എനിക്ക് കുറച്ചൊക്കെ ഫ്രീ ആകാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. ഇനി അവളാണ് തിരക്കിലാകുന്നത്. അവളുടെ കാര്യം നോക്കിക്കോളും. മിടുക്കിയാണ്. വല്ലാത്ത ആവശ്യങ്ങളൊന്നും അവളങ്ങനെ പറയാറുമില്ല. ഇനിയിപ്പോൾ എൻ്റെ കാര്യങ്ങൾ നോക്കേണ്ട സമയമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അമൃത ഇപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് വെളിപ്പെടുത്തുന്നത്. ഡോക്ടറിൻ്റെ ക്ലിനിക്കിൽ എത്തി തുടങ്ങിയതാണ് ഞാൻ. അവിടെ നിന്ന് തുടങ്ങിയതാണ് ഈ പോഴ്സും പിഗ്മെൻറ്റേഷനുമുള്ള കണ്ടുപിടുത്തങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളുമെല്ലാം. അവിടെ തൊട്ടത് ക്ലിയർ ചെയ്യാൻ ഞാൻ ശ്രമിക്കുകയാണ് എന്നും നടി കൂട്ടിച്ചേർത്തു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.